Hello everyone. കൃത്തികനാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്യാസ് ഗ്രിൽ. പോർക്കിൻ്റെ റിബ്സാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സത്യം പറഞ്ഞ റിബ്സാണ്. സോ നമുക്ക് നോക്കാം റിബ്സ് എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഹലോ എവരി വൺ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരുന്ന ബാർബിക്യൂ ആണ്. ഇതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ബാർബിക്യൂ പാർട്ടി ചെയ്യാൻ നിന്നിട്ട് പറ്റിയില്ല. കാരണം നമ്മൾ ഓൾറെഡി ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ വട്ടമെങ്കിലും നമുക്കത് ചെയ്യണം. അതിന് വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യാൻ പോവാന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. എൻ്റെ സെക്കൻഡ് ഡേ ആണിത് എന്ന് പറയാം. ഈ വട്ടം കുറച്ച് പേരോട് കൂടുതൽ കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലെറ്റ്സ് സീ എങ്ങനെ ഉണ്ടെന്ന്. ഈ ഫ്രണ്ടിൽ പോകുന്ന കാറിൻ്റെ പുറകിലുള്ളതാണ് ഒരു ട്രെയിലർ. ഇവർ അതിനകത്ത് ചിലപ്പോൾ ചെറിയ ബോട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ അതിനകത്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. യൂഷ്വലി നമ്മളിത് കാണുന്നത് വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോഴൊക്കെ ഇവർ ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോകാനായിട്ടൊക്കെയാണ് ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിലൊന്നും കാണുന്നില്ല. അവർ മേ ബി എവിടെയെങ്കിലും ഡ്രോപ്പ് ഓഫ് ചെയ്ത് കാണുമായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ 401 ഹൈവേയിലോട്ട് കയറുവാണ്. കാരണം എനിക്കിവിടുന്ന് വലിയ ദൂരമില്ല. കണ്ടോ, 13 മിനിറ്റ് അങ്ങാണ്ടേ ഉള്ളൂ. സോ നമുക്കത്ര ദൂരമില്ല ഇവിടുന്ന് അങ്ങനെ ചെല്ലാൻ. ഓക്കെ, അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് പെറ്റിക്കോട്ട് പാർക്ക്. അപ്പോൾ നമ്മൾ വളരെ കാലമായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരുന്ന ബാർബിക്യൂ പാർട്ടി ഇപ്പോഴത്തെ ചെയ്യുവാണ്. ഇത് എൻ്റെ സെൻഡ് ഓഫിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ആദ്യത്തേന് മാറ്റി വെച്ചതാണ്. ഞാൻ പതിയെ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പകൽ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ചുപേരെ അറിയാം. ബട്ട് നമ്മൾക്ക് ഇന്ന് ഒരാളെ എക്സ്ട്രാ ഉള്ളൂ. യെസ്, കൃത്തികൻ. അപ്പോൾ കൃത്തികനാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ. കാരണം കൃത്തികനാണ് ബാർബിക്യൂ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൃത്തികൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം. ബാക്കി നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, യുവാൻ, അർജുൻ. ഓക്കെ, സോ നമ്മൾ ഇവിടുന്ന് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്യാസ് ഗ്രിൽ, അതായത് ബാർബിക്യൂ ഗ്രിൽ. ഇതിന് പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഇലക്ട്രിക് സ്റ്റാർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. നമുക്ക് അത്രയും പാടുപെടേണ്ട കത്തിക്കാൻ. അതുപോലെ ഇതിൻ്റെ നോബുണ്ട്, അതിനകത്ത് നമുക്ക് ഗ്യാസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ സിലിണ്ടറും. ഈ സിലിണ്ടർ തീരുവാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു കാനേഡിയൻ ടയർ ഷോപ്പിൽ പോയില്ല, അവിടെ നമുക്കിത് മേടിക്കാൻ പറ്റും. ഇത് ഈസിലി കമ്പാറ്റബിളും ആണ്. അയ്യോ, അങ്ങനെ അവസാനം നമ്മുടെ ബർഗറിൻ്റെ പാറ്റി റെഡിയായി. അപ്പോൾ ബർഗർ സെറ്റാണ്. ഓ, ബർഗർ സെറ്റായപ്പം തന്നെ വന്നേക്കുന്നു യുവാൻ. കറക്റ്റ് സമയത്തേക്ക് തന്നെ വന്നേക്കുന്നു. അവൻ്റെ ഒരു ടൈമിങ്, അവൻ ഇടയ്ക്ക് സാധനം അങ്ങോട്ട് മേടിക്കാൻ പോയതാണ്. അപ്പോൾ കറക്റ്റ് സമയത്ത് വന്ന്. ഓക്കെ, നമ്മൾ നമ്മുടെ ബർഗർ ആദ്യത്തെ ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓ സ്ക്വയർ. കൊള്ളാം, ഇഷ്ടപ്പെടും. കൊള്ളാം, കത്തിക്കന്നെ സമ്മതിച്ചിരിക്കുന്നു. നല്ല പാറ്റിയാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കേട് കോഴി പെട്ടെന്ന് തീർക്കല്ല. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി അടുത്തത് ചിക്കനാണ്. ബീഫ് നമ്മൾ കഴിഞ്ഞ്, ബീഫ് നല്ലതായിരുന്നു. അപ്പോൾ നമുക്കിനി ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് ക്ലീൻ ചെയ്യാൻ പോകും. ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേ കുറച്ചൊക്കെ നമ്മുടെ കഴിഞ്ഞ ബീഫ് വെച്ചതിൻ്റെ ബാക്കിയൊക്കെ ഇരിക്കണം. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് കളയണം.
ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിലോട്ട് ഇത് തീ കയറി പിടിച്ച് അത് ബേൺ ഔട്ടായി പോവും. അപ്പോൾ അത് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയുള്ളൊരു ബ്രഷാണിത്. സോ യാ ഓക്കെ. ഇനി നമ്മൾ ഇന്നൊക്കെ ഓയിൽ സ്പ്രേ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓയിലടിച്ച് ഇനിയിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയപ്പോൾ നമുക്ക് ചിക്കൻ വെക്കാം. ഇനി ഒന്ന് ഹീറ്റാൻ ചെറുതായിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഓക്കെ, നമ്മുടെ ചിക്കൻ റെഡിയാണ്. ഹിയർ വി ഗോ. ഓക്കെ, ഇപ്പോൾ ഹീറ്റ് നല്ലപോലെ നല്ല കറക്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇനിയും പതിയെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഗ്രില്ല് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചിക്കൻ വെക്കുമ്പോഴേ ഇനി സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ മതി. ഇതെങ്ങനെയും ഒന്ന് പെട്ടെന്നായാൽ മതി. കാരണം ആ മാരിനേറ്റ് ചെയ്തൊക്കെ പെർഫെക്റ്റാണ്, കണ്ടാലറിയാം നമുക്ക്. ഇനി പെട്ടെന്നൊന്ന് കഴിഞ്ഞാൽ മതി. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ചിക്കനായിട്ടുണ്ട്. ആ മണം ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ കുറേ നേരമായിട്ട് പിടിച്ച് നിൽക്കുകയായിരുന്നു. അവസാനം എത്തി. ഇനി എനിക്ക് പറ്റത്തില്ല, ഞാൻ എന്തായാലും പെട്ടെന്ന് എടുത്ത് തന്നെ കഴിക്കട്ടെ. കാരണം ഇത് നല്ല ക്രിസ്പി പോലെ ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇത് അടിപൊളിയാണെന്ന്. ഈ പാർക്കിൽ ഏറ്റവും രസകരമായിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് നമ്മുടെ കാറ് നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടുവിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടോ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് അതിനകത്തുനിന്ന് എടുത്തു പോകും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ പാർക്കിൽ കൊണ്ടിട്ടിട്ട് പാർക്കിൽ ഏതെങ്കിലും ഒരു പാർക്കിംഗ് ലോട്ടിലായിരിക്കും, എന്നിട്ട് അവിടെ വരെ നടക്കണം. അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. നമുക്കെല്ലാം ഭയങ്കര ആക്സസിബിളാണ്. പിന്നെ നമുക്കെന്തോ പെട്ടെന്നൊരു മ്യൂസിക്കോ എന്തെങ്കിലുമൊക്കെ ഇടണമെന്ന് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നപ്പം മ്യൂസിക്കിൻ്റെ നമുക്ക് ഇതെടുക്കാൻ മാറുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങളിപ്പോൾ എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഇത് നോക്കിയിട്ട് നമ്മളിപ്പോൾ നേരെ സബ് ഉണ്ടായിരുന്നു. അപ്പോൾ സബ് ഇട്ട് നമ്മൾ പാട്ട് പ്ലേ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പാട്ടുണ്ടെങ്കിൽ ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെയാണ് അപ്പുറത്ത് അവരുടെ കാറൊക്കെ വെച്ചിട്ട് അവരുടെ സബ്ബെണ്ണം തോന്നുന്നു. അതുപോലെ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ചില്ലായിട്ടാണ് ഇരിക്കുന്നത്. അതിന് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് ഭയങ്കര ഒരു നല്ല ഇതായിട്ട് എനിക്ക് പാർക്കിന് തോന്നി. പക്ഷേ നമ്മൾ $28 പേ ചെയ്തിട്ടുണ്ട്. അത് ഇന്നേ വരെ ഞാനെങ്ങും അങ്ങനെ പേ ചെയ്യേണ്ടി വന്നിട്ടില്ല. ബട്ട് കൊള്ളാം. പിന്നെ ഇവർ റെഗുലറായിട്ട് വന്നിട്ട് വേസ്റ്റ് എല്ലാം വന്ന് നോക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു 10 വട്ടമെങ്കിലും അവർ വന്നിട്ട് പോയി. എനിക്കറിയാം ഇത്രയും വട്ടം വന്ന് അവർ ചെക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ. അത്രയും പെട്ടെന്ന് നമ്മൾ വേസ്റ്റ് ഒരിക്കലും ഫില്ലാത്തില്ല. പക്ഷേ അവർ അത്രയും കെയറായിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നതുകൊണ്ട് ശ്രദ്ധിക്കുന്നത്. മൊത്തത്തിൽ എനിക്ക് കൊള്ളാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറേ പേര് ചേർന്നൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇവിടെ വരാൻ. കാരണം ഒരു ഷെയ്ഡൊക്കെ ഉണ്ട്, ഒരു കോർണറൊക്കെ ചേർന്ന് നമ്മളിപ്പോൾ എടുക്കേണ്ടതുണ്ടോ. ഇപ്പോൾ നമ്മുടെ അപ്പുറത്തൊന്നും ആരുമില്ല, നമുക്ക് നമ്മുടേതായ പ്രൈവസി ഉണ്ട്. കൊള്ളാം. എനിക്ക് ഭയങ്കര മൊത്തത്തിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമ്മളിനി അടുത്തത് ബീഫാണ്. ബീഫ്. ഓക്കെ, സോ നമ്മുടെ നമ്മുടെ ബീഫ് ഇപ്പം ഏകദേശം നല്ലപോലെ ആയിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ തിരിച്ചിട്ട് നോക്കിയത്. ഇനിയിപ്പം പതിയെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് മുറിച്ചൊന്ന് നോക്കണം. അതാണ് ഇപ്പോൾ അടുത്ത ഉദ്ദേശം. കാരണം അല്ലെങ്കിൽ അറിയത്തില്ല, ചിലപ്പോൾ ഇത് അകത്തോട്ടായില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒട്ടും കൊള്ളത്തില്ല. നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഏകദേശം ഒന്ന് മുറിച്ചൊന്ന് നോക്കാനുണ്ട്. ചെറിയൊരു പീസ് അകത്തോട്ടാണ്. നമുക്ക് അകത്തെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ബീഫിനകം നോക്കുമ്പോൾ അറിയാം എന്തോ ഇല്ലയോ എന്ന്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഓരോരോ പീസാക്കി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പോൾ ഓരോരോ പീസാക്കി നമ്മൾ മുറിച്ചെടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന്. ഇതിപ്പോൾ നമ്മൾ ഓരോരുത്തർക്കായിട്ട് ഓരോരോ പീസായിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. യുവാനും പറ്റുന്നില്ല, അതുകൊണ്ട് പ്ലേറ്റ് അപ്പോഴേ വെച്ച് കഴിഞ്ഞ് അപ്പോൾ നമ്മളെക്കൂട്ട് തന്നെ കേരളത്തിൽ ഭൂരിഭാഗം പേർക്കും ബീഫ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇവന്മാർക്കും ബീഫിനോടൊരു താല്പര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ് ബീഫ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ബീഫ് കഴിഞ്ഞുകൊണ്ട് റിബ്സ് ഉണ്ട്. എനിക്ക് റിബ്സും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിനി റിബ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നമുക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗെയിമൊക്കെ ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ക്ഷീണിച്ച് കഴിയുമ്പോൾ കഴിക്കാനും പറ്റും. അങ്ങനെ മൊത്തത്തിൽ പ്ലാൻഡാണ്. എന്തായാലും എനിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബീഫ് ഇനിയിപ്പോൾ ട്രൈ ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് കൂടുതൽ പിടിച്ച് വയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നോക്കട്ടെ എങ്ങനെയുണ്ട് നമ്മുടെ ബീഫെന്ന്. ഈ ബീഫ് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വോളിബോളിൻ്റെ കാര്യം സെറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ പാർക്കിൽ എങ്ങനെ വോളിബോൾ കോർട്ട് പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ
കഴിച്ചെല്ലാം കഴിഞ്ഞ് നമുക്കിനി ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വോളിബോൾ കളിക്കാൻ പോവാണ്. വോളിബോൾ കളിക്കാൻ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ പോവാം. നമുക്കിവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, അവർ ഒന്നും പറയത്തൊന്നുമില്ല. സോ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇതൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന്. സോ നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ വോളിബോളിലെ പോൾ, അതായത് ആ കമ്പിയാണത്. അതിലോട്ട് നമ്മളിപ്പോൾ നെറ്റ് കെട്ടി വെച്ചേക്കുക. അപ്പോൾ എന്നിട്ട് നമ്മളെന്താ വെച്ചാൽ ഇത് ബാലൻസ് ചെയ്ത് വെക്കണം. അതായത് ഇപ്പോൾ കണ്ടോ, ഒരു കുറ്റി പോലെ അടിച്ച് അതിലോട്ട് ഒരു സൈഡിലോട്ട് വെച്ചു. അപ്പോൾ ഇത് 3 സൈഡിലോട്ട് നമ്മൾ കെട്ടി വെക്കണം. എന്നാൽ ഇത് ബാലൻസ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു പോകും. അതാണ് ഇപ്പോൾ കൃത്യം കണ്ടോ, ചുറ്റിക കൊണ്ട് അത് അടിച്ചടിച്ച് അത് വെക്കുമ്പോൾ. അപ്പോൾ ഇത് 3 സൈഡിലോട്ട് നമ്മൾ ചെയ്യണം, എന്നാലത് ശരിയാകത്തുള്ളൂ. ഓക്കെ, സോ അറ്റ് ലാസ്റ്റ് നമ്മൾ നെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെയിലായി പിന്നെ ഇപ്പോൾ ഈ വെയിൽ കുറഞ്ഞിട്ട് നമുക്ക് കളിക്കാം. അപ്പോൾ തൽക്കാലം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും പരിപാടി കുറഞ്ഞു. സോ നമ്മൾ നെറ്റ് എല്ലാം സെറ്റാക്കി എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗെയിം തുടങ്ങാം. കീർത്തികേൻ കളിച്ച് അവർ മടുത്ത് വയ്യ. അർജുന് ഇവരെല്ലാവരും ബുദ്ധിമുട്ട് കളിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെർവ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ഒരു ഗെയിമായിട്ട് പോകുന്നില്ല. ഇതിപ്പോൾ ബോൾ തെറിച്ച് 2 സൈഡിലോട്ടെ, ഇവൻ നിൽക്കുന്ന ഒഴിച്ച സ്ഥലത്തൊഴിച്ച് ബാക്കി എല്ലായിടത്തും പോയി ബോൾ വീഴുന്നുണ്ട്. അവൻ ഓടി ബോൾ എടുത്ത് മടുത്ത്. ഇതിപ്പോൾ വോളിബോൾ നടന്മാരുണ്ട്, ഫുട്ബോൾ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ കളിക്കാൻ അറിയാത്തവരവിടെ കൂടിയ ഒരു രസം ഇതാ. മടുത്തെല്ലാവർക്കും. എന്നാൽ ഇത്രയും വെയിലും കൂടെ ആകുമ്പോഴേ, ഇതുവരെ വീട്ടിൽ ഇരുന്ന് പണിയെടുക്കുന്നവരല്ലേ എല്ലാവരും, ഓഫീസിലും പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും കയ്യും കാലം അനങ്ങാത്തവരെല്ലാവരും. നെക്സ്റ്റ് നമ്മളിപ്പോൾ വെച്ചേക്കുന്നത് റിബ്സാണ്. ഇത് പോർക്കിൻ്റെ റിബ്സാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സത്യം പറഞ്ഞാൽ റിബ്സാണ്. സോ നമുക്ക് നോക്കാം റിബ്സ് എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, നമ്മളിപ്പോൾ ഇത് തിരിച്ചിട്ടിരിക്കുകയാണ്. എന്നാണ് അതിനകത്തുനിന്ന് ആ മാരിനേഷനും ആ സോസും എല്ലാം ഇങ്ങനെ അങ്ങോട്ട് അതുമായിട്ട് പിടിച്ചങ്ങ് വന്നിട്ടുണ്ട്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നുകൂടെ നമുക്ക് ചൂടാക്കി എടുക്കാം. ഓക്കെ, ഒരു സൈഡ് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ മതി. Short ribs are cut ചെയ്ത് short ribs is the best part. This is nice too, but like pork is just. We have a chef at work, so cooking is nice too. You can tell he does enjoy doing it. Yeah, but he actually like it's good. Because for me, I'm just thinking about taking shortcuts already, right? Like at least. It's just subconsciously you're like, I just want to eat. Yeah. I'm just like, all right, how does this? ഓക്കെ, സോ ഓൾ സെറ്റ്. നമ്മളിപ്പം he has to like. നമ്മളത് കഴിക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും നേരം നമ്മൾ. I think once you're married, it's different. You know, you gotta like be like, yeah, I got it. Okay. സോ ഞങ്ങളിപ്പോൾ ക്ലീൻ ചെയ്ത് കുറേയൊക്കെ ക്ലീൻ ചെയ്തു. എല്ലാം നമ്മൾ പതിയെ കൊണ്ടുപോയി. നമ്മൾ തൊട്ടടുത്തൊരു ഗാർബേജ് ബിൻ ഉള്ളതുകൊണ്ട് എളുപ്പമായിരുന്നു. നമ്മളിതെല്ലാം ക്ലീൻ ചെയ്ത് വന്നു. പതിയെ നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നെറ്റും എല്ലാ സാധനങ്ങളും നമ്മൾ ഊരി പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞ ഒരു ബിഗ് ഡേ ആണ് എൻ്റെ ലൈഫിൽ. സത്യം പറഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾ കണ്ടില്ല എന്തോരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് നേരെ പോകുന്ന മത്സൂഡ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ്. അവിടെ എൻ്റെ കൊളീഗ്സ്, എൻ്റെ ടീം മാനേജേഴ്സ് എല്ലാവരും അവിടെ കാണും. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് എനിക്കൊരു ഫെയർവെൽ തരുവാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ ഓഫീസിൽ വെച്ചൊരു കേക്ക് കട്ടിംഗ് ഒക്കെ എനിക്ക് വേണ്ടി നടത്തിയായിരുന്നു, ഗിഫ്റ്റ്സൊക്കെ തന്നു. അപ്പോൾ അത് കഴിഞ്ഞുള്ള അടുത്ത ഇതാണ് ഇനി ഈ മത്സൂഡ റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്കറിയാലോ എന്തൊക്കെയായിരുന്നു ഗ്രില്ലിങ്. ഞാൻ എന്തോരം ഫുഡെല്ലാം കഴിച്ച് സത്യം പറഞ്ഞാൽ വയ്യാതായി. അപ്പോൾ അത് കഴിഞ്ഞ്
ഇനിയിപ്പോൾ എന്താ നമ്മൾ ഗെയിംസും എല്ലാം കഴിഞ്ഞാണ് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒത്തിരി താങ്ക്സ് ഉണ്ട് എൻ്റെ ഈ കൊളീഗ്സും എല്ലാവർക്കും. അതുപോലെ തന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട് വീഡിയോസ് കാണുന്നവർ. അപ്പം നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങുക. അങ്ങനെ എന്നെ കീപ് സപ്പോർട്ടിങ്. അങ്ങനെ ബാക്കി നമുക്കിനിയും മത്സൂടെ വെച്ച് കാണാം. ഓക്കെ, ഇതാണ് മത്സൂഡ ചൈനീസ് റെസ്റ്റോറൻറ്റ്. ഇതൊരു ഓൾ യു ക്യാൻ ഈറ്റ് റെസ്റ്റോറൻ്റാണ്. അതായത് വൺസ് നമ്മൾ പേ ചെയ്താൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുത്ത് കഴിക്കാം. ഇത് വേറൊരു പ്രത്യേകത എന്താ ഈ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേബിളിലിരുന്ന് നമുക്ക് അവർ ആപ്പ് ഉപയോഗിച്ച് ഓർഡർ ചെയ്യാം. അവർ നേരെ നമ്മുടെ അടുത്ത് കൊണ്ടുതരുന്നത്. നമുക്ക് ക്യൂ നിൽക്കേണ്ട, എങ്ങും പോയി നിൽക്കുക, അങ്ങനെയൊന്നുമില്ല. അത്രയ്ക്ക് നല്ലൊരു റെസ്റ്റോറൻ്റാണിത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ചൈനീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് എൻ്റെ ടീം. അതായത് ഞങ്ങളുടെ കൊളീഗ്സ്, മാനേജേഴ്സ് എല്ലാവരും. Wow, shit.